തുടക്കം ഒരു നോമ്പ് കഞ്ഞിയിൽ നിന്നായാലോ? വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ നോമ്പ് കഞ്ഞി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഇവിടെ 1/4 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരുവിയത് എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി ആവശ്യമാണ്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകം കൂടി എടുത്ത് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ അതുപോലെ തന്നെ അതിലേക്കൊരു 3 ചെറിയ ഉള്ളി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 6 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് 240 ml ആയിരുന്നു. അങ്ങനെ ഒരു 6 കപ്പ് അളവിൽ വെള്ളം എടുത്ത് വെച്ചതിലേക്ക് 1/4 കപ്പ് അളവ് അരി പച്ചരി ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കഴുകിയെടുത്ത് വെച്ചതാണ്. അതിലേക്ക് പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരി ഇട്ട സമയം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ട് ഈ ഒരു അരി നന്നായിട്ട് വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഒരു 1/4 ഭാഗം വേവായി. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി ചേർക്കുന്നത് നമ്മൾ അരച്ച് മാറ്റി വെച്ച അരപ്പാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആ മിക്സിയുടെ ജാറിനെ ഒന്നും കൂടി 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് ചുഴറ്റിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല കേട്ടോ തിളച്ചെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തളയിലൂടെയാണ് തിളച്ച് വരേണ്ടത്. അപ്പോഴാണ് ആ മസാല ഒക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് തിളച്ച് കിട്ടേണ്ടത്. പെട്ടെന്ന് തിളച്ച് ഓഫാക്കരുത് കേട്ടോ. അങ്ങനെ നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിന് ചീരാക്കഞ്ഞി എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അങ്ങനെ നമുക്ക് ഇതൊന്ന് അടുപ്പത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിതൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകമാണ്. അതും കൂടി ചെറിയ ജീരകം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. കരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ലതുമാണ്. കരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ മാത്രമാണ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ. മല്ലിച്ചപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഈ തൂമിച്ചതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ചീരാകഞ്ഞി അല്ലെങ്കിൽ നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഉണർവാണ് ഈ ഒരു കഞ്ഞി കുടിക്കുകയാണെങ്കിൽ. നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് കിടക്കാൻ നേരത്തെ ഒരു കഞ്ഞി പഴയ കാലങ്ങളിലൊക്കെ മസ്റ്റായിട്ട് ആളുകൾ ഉണ്ടാക്കി കുടിക്കണതാണ്. തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.